ഒരു റിയാക്ഷൻ വീഡിയോയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല. എന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം വേറെ ഏതൊക്കെയോ റാൻഡം അക്കൗണ്ട്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അതൊന്നും ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കാറില്ല. നമ്മുടെ ഫെയിമും അത് എന്റെ ഫെയിം ബൂസ്റ്റ് ആയതിൽ അതൊരു വലിയ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പറയുന്നത് ഗൈസ്, സ്ട്രീം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അതിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഇപ്പം കുറച്ച് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സ്ട്രീം തുടങ്ങിയ സമയത്ത് ഞാൻ ഉറപ്പിച്ച 2 കാര്യങ്ങളാണ്. അതായത് മതം, രാഷ്ട്രീയം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതിലൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റും ഓരോ അഭിപ്രായങ്ങളും. നമ്മൾ അതിൽ കോമൺ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് എല്ലാവരും നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത 2 മെയിൻ കാര്യങ്ങളാണ് ഇത് 2. മതമാണെങ്കിലും ഈ പറയുന്നത് പോലെ പാർട്ടി ആണെങ്കിലും ഇതൊന്നും അധികമായിട്ട് ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ എന്റെ ലൈവിൽ ക്രിട്ടിസൈസ് ചെയ്യുവോ അല്ലെങ്കിൽ എടുത്ത് പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം റീസെന്റ് കുറച്ച് ആൾക്കാർ ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു സ്ട്രീം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി എന്ന് നമുക്ക് ഈ ഇപ്പൊ കറന്റ് സെനറിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയാനില്ല. ബട്ട് സ്റ്റിൽ അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ഇത് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്ട്രീമിംഗിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് ഇതാണ് സ്ട്രീമിലേക്ക് വരാനുള്ള പാത്ത് എന്ന് വിശ്വസിക്കരുത്. ഇതല്ല സ്ട്രീമിലേക്കൊട്ടും കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരാനുള്ള പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്യുക, അത് ഇതാക്കി എടുക്കുക. ചിലപ്പോൾ അത് ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കിട്ടുന്ന ഫെയിം നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാനും അങ്ങനെ കാര്യങ്ങൾ വളരെ ചുരുക്കം പേർക്കേ അത് പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കുറെ ഇപ്പൊ ഇത് കാണുന്ന ഞാൻ ഓരോരുത്തർ ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് മതത്തിനെയും ഇതിനെയും എല്ലാം മിക്സ് ചെയ്ത് പലസ്തീനോടുള്ള സ്നേഹം എന്നൊക്കെ ഉള്ള രീതിയിൽ ഡ്രാമ ഒരു കേവലം ഒരു സ്ട്രീമിംഗ് ഫെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് കാണുമ്പോൾ ഇത് പറയണമെന്ന് തോന്നി. ഇതല്ല അതിന്റെ ഒരു റൈറ്റ് വേ. എന്തുകൊണ്ടും അതെനിക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് പറയണം എന്നുള്ളത് ഒരു കാര്യം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുക്കും ഗൈസ്. അതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണെന്ന് വിശ്വസിക്കുക. അല്ലാതെ ഇതൊന്നും അല്ല. ഇതുപോലത്തെ ഷോർട്ട് കട്ട്സുകൾ ദയവ് ചെയ്ത് സ്വീകരിക്കാതിരിക്കാൻ. കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു റാപ്പ് കേട്ടായിരുന്നു. എന്തായിരുന്നു? പോത്തിന്റെ കൊമ്പിന്റെ മൂർച്ചയ്ക്ക്